നമ്മുടെ ജീവിതത്തിൽ ഇതുവരെയും ബൈബിൾ, ഖുറാൻ, ഭഗവത്ഗീത എന്നിങ്ങനെ ദൈവത്തെക്കുറിച്ചുള്ള പുസ്തകങ്ങളാണ് കണ്ടിട്ടും കേട്ടിട്ടുമുള്ളത്. ആ പുസ്തകങ്ങളിൽ ദൈവത്തെക്കുറിച്ചും നന്മകളെക്കുറിച്ചുമാണ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിന് നേരെ ഓപ്പോസിറ്റായ ഒരു പുസ്തകമുണ്ട്. അത് സാത്താൻ സ്വന്തം കൈകളാൽ എഴുതിയതാണെന്ന് പറയപ്പെടുന്നു. കോഡസ് ഗിഗാസ് എന്ന ഡെവിൾസ് ബൈബിൾ, യൂറോപ്പിലെ ഏറ്റവും വലിയ പുസ്തകം. ഇത് ശപിക്കപ്പെട്ട പുസ്തകമായി കരുതപ്പെടുന്നു. യഥാർത്ഥത്തിൽ ഈ പുസ്തകത്തിന് എന്താണ് എഴുതിയിരിക്കുന്നത്? സാത്താനാണോ സത്യത്തിൽ ഈ പുസ്തകം എഴുതിയത്? ഇതിപ്പോൾ എവിടെയാണുള്ളത്? ഇത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഈ വീഡിയോയിലുണ്ട്. വീഡിയോ അവസാനം വരെ കാണൂ. 1618 യൂറോപ്പിൽ 30 Years വാർ എന്ന വലിയൊരു യുദ്ധം ആരംഭിച്ചു. ഏകദേശം 80 ലക്ഷത്തോളം ജനങ്ങൾ കൊല്ലപ്പെട്ട ഈ യുദ്ധം 1648 ഒക്ടോബർ 2 വെസ്റ്റ്ഫാലിയ എന്ന സമാധാന ഉടമ്പടിയിൽ കീഴിൽ അവസാനിച്ചു. എന്നാൽ യുദ്ധത്തിൽ വിജയിച്ച സ്വീഡിഷ് ആർമി യുദ്ധത്തിനു ശേഷമുണ്ടായ സാമ്പത്തിക തകർച്ചയെ മറികടക്കാൻ അവർ തോൽപ്പിച്ച ഇടങ്ങൾ കൊള്ളയടിക്കാൻ ആരംഭിച്ചു. ചെക്ക് റിപ്പബ്ലിക്കിലുള്ള ബൊഹീമിയ, പ്രാഹ നഗരത്തിലുള്ള റുഡോൾഫ് II എന്ന രാജാവിന് സ്വന്തമായ ഒരിടത്തിൽ നിന്നാണ് ഈ പുസ്തകം കണ്ടെത്തിയത്. 92 സെന്റിമീറ്റർ നീളവും 50 സെന്റിമീറ്റർ വീതിയും 75 കിലോഗ്രാം ഭാരവുമുള്ള ഈ ബൃഹത്തായ പുസ്തകം സ്വീഡിഷ് ആർമി കൊള്ളയടിക്കുന്നു. സ്വീഡനിലെ ഒരു കൊട്ടാരത്തിൽ സംരക്ഷിക്കപ്പെട്ട ഈ പുസ്തകം 1697 കൊട്ടാരത്തിലുണ്ടായ തീപിടുത്തത്തെ തുടർന്ന് സ്വീഡിഷ് റോയൽ ലൈബ്രറിയിലേക്ക് മാറ്റി. തീപിടുത്തത്തിൽ കൊട്ടാരത്തിലെ സകലതും നശിച്ചെങ്കിലും ഈ പുസ്തകത്തിന് മാത്രം ഒന്നും സംഭവിച്ചില്ല. കൂടാതെ ഈ പുസ്തകത്തെ തൊട്ടവരെല്ലാം വിചിത്രമായി മരണപ്പെട്ടതും പല ഗവേഷകരുടെയും ശ്രദ്ധ ഈ പുസ്തകത്തിലേക്ക് തിരിയുവാൻ കാരണമായി. പുസ്തകത്തെക്കുറിച്ച് പഠിച്ച പലർക്കും ഞെട്ടിപ്പിക്കുന്ന പല കാര്യങ്ങളും കണ്ടെത്താൻ കഴിഞ്ഞു. ഈ പുസ്തകത്തിൻ്റെ പുറംചട്ട ഇരുമ്പും തോലും ചേർത്താണ് നിർമ്മിച്ചിരിക്കുന്നത്. അതുമാത്രമല്ല, 310 പേജുകളടങ്ങിയ ഈ പുസ്തകത്തിൻ്റെ പേജുകൾ നിർമ്മിച്ചിരിക്കുന്നത് 160 കഴുതകളുടെ തോലിൽ നിന്നുമാണ്. കൂടാതെ പല പ്രാണികളുടെയും രക്തമാണ് മഷിയായി ഉപയോഗിച്ചിരിക്കുന്നത്. ഈ പുസ്തകം മുഴുവൻ പല മർമ്മങ്ങളും ചിത്രങ്ങളും കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ഇനി ഈ പുസ്തകത്തിൽ എന്താണ് എഴുതിയിരിക്കുന്നത് എന്ന് നോക്കാം. ഈ പുസ്തകത്തിൻ്റെ ആദ്യ പേജിൽ ചില ഹീബ്രു വാക്കുകളുണ്ട്. അതുകൂടാതെ ഈ പുസ്തകം മുഴുവൻ ലാറ്റിൻ ഭാഷയിലാണ് എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ എല്ലാ വാക്കുകളും വളരെ ബുദ്ധിമുട്ടുള്ള കാലിയോഗ്രാഫിയിലാണ് എഴുതിയിരിക്കുന്നത്. പുസ്തകത്തിൻ്റെ ആദ്യ 113 പേജുകളിൽ AD 4-ാം നൂറ്റാണ്ടിൽ ലാറ്റിൻ ഭാഷയിൽ എഴുതപ്പെട്ട ബൈബിളിൻ്റെ പല വചനങ്ങൾ എഴുതിയിരിക്കുന്നു. അതിനുശേഷമുള്ള പേജുകളിൽ ജൂതന്മാരുടെ ചരിത്രം, ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന മരുന്നുകൾ, ദൈവത്തിൻ്റെ കൽപ്പനകൾ എന്നിവ എഴുതിയിരിക്കുന്നു. ഇതിനുശേഷമാണ് സാത്താൻ്റെ പുസ്തകമെന്ന പേര് ലഭിക്കുന്നതിന് ആസ്പദമായ കാര്യങ്ങൾ എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ 289-ാമത്തെ പേജിൽ ദൈവരാജ്യത്തിൻ്റെ ചിത്രമുണ്ട്. 290-ാമത്തെ പേജിൽ 19 ഇഞ്ച് സാത്താൻ്റെ വലിയൊരു രൂപവുമുണ്ട്. സാത്താന് 2 വലിയ കണ്ണുകളും നീളമുള്ള കൈകാലുകളും പച്ച നിറത്തിലുള്ള മുഖവും എന്നിങ്ങനെ ഭീകരമായ രൂപത്തിലാണ് വരച്ചിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ ആദ്യ 288 പേജുകൾ ദൈവത്തെക്കുറിച്ചും ദൈവവചനത്തെക്കുറിച്ചും എഴുതിയിരിക്കുന്നു. എന്നാൽ സാത്താൻ്റെ ചിത്രം കഴിഞ്ഞുള്ള പേജുകൾ എക്സോസിസത്തെക്കുറിച്ചാണ് എഴുതിയിരിക്കുന്നത്. ഈ പുസ്തകത്തിൻ്റെ അവസാന 10 പേജുകൾ നഷ്ടപ്പെട്ടു പോയി. അതിൽ സാത്താനെ എങ്ങനെ വിളിക്കണം, എങ്ങനെ ആരാധിക്കണം എന്നൊക്കെ എഴുതിയിരിക്കുന്നു എന്ന് പറയപ്പെടുന്നു. ഇത്തരത്തിലുള്ള ഈ പുസ്തകം ആരാണ് എഴുതിയതെന്ന് ചോദിച്ചാൽ അതിനുത്തരമില്ല. എന്നിരുന്നാലും ഇതിനെപ്പറ്റി ഒരു കഥ പ്രചാരത്തിലുണ്ട്. 13-ാം നൂറ്റാണ്ടിൽ മധ്യഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു പുരോഹിതൻ തൻ്റെ കർത്തവ്യങ്ങൾ തെറ്റിച്ച് ജനങ്ങളുടെ പണം കൊള്ളയടിച്ച് ജീവിച്ചിരുന്നു. അത് കണ്ടെത്തിയ അന്നത്തെ ഭരണകൂടം ഇമ്മ്യൂർമെൻ്റ് എന്ന ശിക്ഷ വിധിച്ചു. ഈ കാലഘട്ടത്തിലുള്ള ശിക്ഷകളിൽ വെച്ച് വളരെ ഭീകരമായ ഒരു ശിക്ഷയായിരുന്നു അത്. ശിക്ഷയ്ക്ക് വിധിക്കപ്പെട്ട ആളെ ചുമരിൽ അനങ്ങാതെ നിർത്തി അവർക്ക് ചുറ്റും ചെങ്കല്ലുകൾ കൊണ്ട് കെട്ടിയടയ്ക്കുന്നു. അതിനുശേഷം ആ വ്യക്തി ആ ചുമരിനുള്ളിൽ ഭക്ഷണമോ വെള്ളമോ വായോ ഇല്ലാതെ ഡീഹൈഡ്രേറ്റായി ശ്വാസം മുട്ടി മരിക്കുന്നു. ഇങ്ങനെ ആ പുരോഹിതനെയും ശിക്ഷിക്കാൻ ഒരുങ്ങുമ്പോൾ അദ്ദേഹം അവസാനമായി ഒരു അവസരം കൂടി നൽകുവാൻ പറയുന്നു. ഈ രാജ്യവും ജനങ്ങളും ദൈവവും അഭിമാനം കൊള്ളും വിധം ഞാനൊരു പുസ്തകം എഴുതാം, എനിക്ക് ഈ രാത്രി മാത്രം സാവകാശം നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഒരു നാൾ കൊണ്ട് അയാൾക്കത് ചെയ്യാൻ പറ്റില്ലെന്ന് കരുതി അധികാരികൾ സമ്മതിക്കുന്നു. ഉടനെ തന്നെ അദ്ദേഹം എഴുതാൻ ആരംഭിക്കുന്നു. തനിക്ക് അറിവുള്ളതെല്ലാം എഴുതിയ അദ്ദേഹത്തിന് ഇതൊരു രാത്രി കൊണ്ട് എഴുതി തീർക്കാൻ കഴിയില്ലെന്ന് മനസ്സിലായി. അതിനാൽ സാത്താനോട് പ്രാർത്ഥിച്ച് സഹായം തേടുന്നു. അതിനെ തുടർന്ന് സാത്താൻ അതിനു പകരം പുരോഹിതന്റെ സോൾ ചോദിക്കുന്നു. പുരോഹിതൻ സമ്മതിച്ചതോടെ സാത്താൻ പുരോഹിതന്റെ ശരീരത്തിൽ പ്രവേശിച്ച് എഴുതാൻ ആരംഭിച്ചു. ഒരു രാത്രിയിൽ ഈ പുസ്തകം എഴുതി തീർത്തു. ആ പുരോഹിതനും ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടു.
പലരും വിശ്വസിക്കുന്ന ഈ കഥയും ഗവേഷകർ പറയുന്നതിനും ചിലത് ഒരുപോലെയാണ്. അതെന്തെന്നാൽ ഈ പുസ്തകത്തിലെ കൈയെഴുത്ത് കുറച്ച് പോലും മാറാതെ ആരംഭം മുതൽ അവസാനം വരെ ഒരുപോലെയാണുള്ളത്. ചില ചരിത്ര ഗവേഷകർ ഈ പുസ്തകത്തെ ഒരു മനുഷ്യൻ എഴുതാൻ കഴിയില്ലെന്ന് ഉറപ്പിച്ച് പറയുന്നു. അതിന് ചില തെളിവുകളും നിരത്തുന്നു. അതായത് ഈ പുസ്തകത്തെ എഴുതി തീർക്കാൻ ഒരു സാധാരണ മനുഷ്യന് കുറഞ്ഞത് 30 വർഷമാകും. അങ്ങനെ 30 വർഷം കൊണ്ട് ഒരു മനുഷ്യൻ തുടർന്ന് എഴുതിക്കൊണ്ടിരുന്നാലും അവൻ്റെ മാനസികാവസ്ഥ അനുസരിച്ച് വയസ്സ് കൂടുന്തോറും ശാരീരിക അവസ്ഥ വെച്ചും കൈയക്ഷരം എവിടെയെങ്കിലും ചെറിയൊരു മാറ്റമെങ്കിലും വരാം. എന്നാൽ അത്തരത്തിലുള്ള ഒരു മാറ്റവും ഈ കൈയക്ഷരത്തിനില്ല. ഇതെല്ലാം വെച്ച് നോക്കുമ്പോൾ മനുഷ്യനും അതീതമായ ഒരു ശക്തിക്ക് മാത്രമേ ഇത് എഴുതുവാൻ കഴിയുകയുള്ളെന്ന് ഓരോരുത്തരും ഉറപ്പിച്ച് പറയുന്നു. ഇപ്പോൾ ഈ പുസ്തകം സ്വീഡനിലുള്ള നാഷണൽ ലൈബ്രറിയിൽ വളരെ ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നു. ഇതിനെ നേരിട്ട് തൊട്ടു നോക്കുന്നതിന് ആർക്കും അനുവാദമില്ല. ഡിജിറ്റൽ ആയിട്ടുള്ള പ്രതി ലഭ്യമാണ്. ഓക്കെ ഫ്രണ്ട്സ്, സത്യത്തിൽ ഈ പുസ്തകം സാത്താൻ എഴുതിയതാണെന്ന് കരുതുന്നുണ്ടോ? നിങ്ങളുടെ ഉത്തരങ്ങൾ കമൻറ്റ് ചെയ്യൂ. ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ.